ഇന്ന് ഞാനൊന്ന് ഡ്രസ്സിന്റെ തുണി എടുക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോയ വ്ലോഗാണ്. ഈ വീഡിയോ എടുക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കറിയൂലേനും ഇന്നത്തെ ദിവസം ഫുൾ ഞാൻ ബിസി ആയി പോകുന്നു. അത്രയും ബിസി ആയിട്ടുള്ളൊരു ഹറിബറി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു. ഈ തുള്ളിച്ചാടുന്നൊന്നും നോക്കണ്ട, ഇന്നത്തെ ദിവസം എന്താവുന്ന ഒരു ഐഡിയ ഇല്ലാണ്ട് ഇറങ്ങിയതാണ് ഞാൻ. സംഭവം ഡ്രസ്സിന്റെ തുണി നോക്കാൻ കൊടുവള്ളി പോയിട്ട് ചെന്നിറങ്ങിയത് കോഴിക്കോട്ടാണ്. അങ്ങനത്തെ ഒരു വ്ലോഗാണ് കേട്ടത്. അപ്പം ഞാൻ ഇറങ്ങിയപ്പോൾ തന്നെ നല്ല മഴയായി. അപ്പോൾ പിന്നെ കുടയൊക്കെ എടുത്തിട്ട് ഞാനിങ്ങനെ താഴോട്ട് ബസ് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. എൻ്റെ കൂടെ എൻ്റെ മേമൻ്റെ മോളുണ്ട്. ഞങ്ങൾ രണ്ടാളും കൂടിയാണ് പോയത്. കൊടുവള്ളി ചെന്നിട്ട് ഡ്രസ്സിന്റെ തുണി നോക്കിയപ്പം അവിടെ ഉള്ള തുണിയൊന്നും നമുക്ക് പറ്റില്ല. അതങ്ങനെയാണല്ലോ, ചെല്ലുന്ന കാര്യമൊന്നും അല്ലല്ലോ ചെയ്യുക. അങ്ങനെ നമ്മൾ പിന്നെ എന്ത് വിചാരിച്ച് കോഴിക്കോട്ടേക്ക് പോകാമെന്ന്. ആസ് യൂഷ്വൽ എപ്പോഴും ചെയ്യുന്ന പോലെ നമ്മൾ SM പരാഗുന്നാണ് കേട്ടോ തുണി എടുത്തത്. പാളയത്ത് പോയി നമ്മൾ നോക്കി, പക്ഷെ തുണിയൊന്നും കിട്ടിയില്ല. അപ്പോൾ പിന്നെ നമ്മൾ SM പരാഗിലും കൂടി കയറാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പാളയത്തൂടെ നടക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പരാഗിലെത്തി. ഈ തുണിയല്ല ഞാൻ എടുത്തത്, ഇതുപോലെ ടിഷ്യൂ സിൽക്കിൽ വരുന്ന വേറെ തുണിയാണ്. നമുക്കൊരു കല്യാണം വരുന്നുണ്ട് അടുത്ത മാസം. അപ്പം അതിനുള്ള തുണി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ പോയത്. നമ്മൾ മിക്കവാറും സമയത്തൊക്കെ പരാഗിൽ നിന്ന് തന്നെ തുണി എടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ബസ് കയറാൻ വേണ്ടിയിട്ട് പാളയത്തേക്ക് പോയതാണ്. എനിക്ക് ഈ ബസ് കയറുന്ന പരിപാടിയേ അറിയില്ല. അതിനെക്കൊണ്ട് ഇങ്ങനെ ഓരോരുത്തരോട് ചോദിച്ചിട്ടൊക്കെ നമ്മൾ ബസ് കയറിയത്. അത് കഴിഞ്ഞ് നമ്മളൊന്ന് ഫോക്കസ് മാളിലും കൂടി കയറി. ഓക്കെന്തോ ചീസ് പറാട്ട കഴിക്കണം എന്ന് പറഞ്ഞിട്ട് തൊള്ളേ വെക്കാൻ പറ്റാത്തൊരു സാധനം. അതിൻ്റെ ഒപ്പമുള്ള ചായ അടിപൊളിയായിരുന്നു കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം പുരയിലെത്തിയപ്പോഴാണ് ഉമ്മച്ചി പറയുന്നത് നമുക്ക് പനിച്ചിട്ട് വയ്യാണ്ട് അയക്കണം, അപ്പം ഒന്ന് ഹോസ്പിറ്റലിൽ പോകണം. പിന്നെ ഒന്നും നോക്കിയില്ല, എടുത്ത് വണ്ടിയിൽ നമ്മൾ പോയിട്ടോ. അവിടെ ചെന്ന് ഇങ്ങനെ ഗ്ലൂക്കോസൊക്കെ കയറ്റി ഡോക്ടറിനെ വെയിറ്റ് ചെയ്ത് കിടക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ഓൾമോസ്റ്റ് എല്ലാ പേഷ്യൻസും പനിയായിട്ട് വന്ന് അഡ്മിറ്റ് ആയതാ. അപ്പം ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഡോക്ടറിനെ കാത്തിട്ട് പുറത്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എൻ്റെ ഒപ്പര വന്ന ഉമ്മമ്മൻ്റെ അനിയത്തിയാണ് കേട്ടോ. എന്താ പറഞ്ഞേ? യൂട്യൂബ് ഉണ്ടമ്മ, നമ്മളും കയറും അമ്മ. നിങ്ങളൊക്കെ അങ്ങനെ എന്തോ കുഴപ്പമുണ്ടോ? അങ്ങനത്താണ് നമ്മളെ കുടുംബക്കാരൊക്കെ വണ്ടേ അങ്ങനെ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉപ്പച്ചി വന്നിട്ടോ. ആ പോയ കാറിലുള്ള എൻ്റെ ഉപ്പച്ചിയാണ്. അത് പിന്നെ ആടെ എവിടെയോ പോയി തിരിച്ചിങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് കുറേ നേരം ഞാൻ അവിടെ പോസ്റ്റ് അടിച്ചിരുന്നു. പിന്നെ വാർഡിലേക്ക് മാറ്റിയിട്ട് പിന്നെയും ട്രിപ്പ് ഇട്ട്. അതാണെങ്കിൽ കഴിയാൻ എത്ര മണിക്കൂർ എടുത്തെന്ന്. അപ്പം ഞാൻ അവിടെ ഭയങ്കര പോസ്റ്റ് ചെയ്യുന്നു. അവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഫസ്റ്റ് വന്നവരൊക്കെ വേഗം വേഗം പോയി. പിന്നെ മമ്മയും ഞാനും മാത്രമായി. അപ്പം അത്രേ ഉള്ളൂ. ഓക്കെ, ബായ്.